ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിഫിഷ അൽസാസാം, ഹോളി ട്രിനിറ്റി CC ചർച്ച് തൊടുപുഴയിലെ അംഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം തിരുവചനവുമായി നിൽക്കുവാൻ എന്നെ അനുവദിക്കണമേ. അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന ദൈവവചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ 39-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളാണ്. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം. ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഏകാന്തമായ സ്ഥലങ്ങൾ പ്രാർത്ഥനയ്ക്കായി യേശുക്രിസ്തു തിരഞ്ഞെടുത്തു. ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെയും ദൈവപുത്രൻ എന്ന നിലയിലും യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, തൻ്റെ ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും പ്രാർത്ഥനയിൽ ഭാഗഭാക്കായി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, അവിടെയും യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി കാണാം. എന്നാൽ 17-ന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തു നിത്യനായ ദൈവപുത്രനായി സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനകൾ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ സന്തോഷവും പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത്. ദൈവമക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവമക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങൾ തന്നെയാണ് നാമും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. 17-ാം അധ്യായത്തിൽ പറയുന്നത്, 1. നാഴിക വന്നിരിക്കുന്നു. 2. പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനു വേണ്ടി പിതാവ് തന്നെ മഹത്വപ്പെടുത്തണമെന്ന് യേശു ആഗ്രഹിച്ചു. അത് തന്നെ നാമും ആഗ്രഹിക്കുന്നു. 3. യേശുവിൻ്റെ ശക്തിയും ദൈവം നൽകിയ അധികാരവും ഉപയോഗിക്കുവാനും തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതും യേശു മഹത്വപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. ഈ 3 കാര്യങ്ങളും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത്, 1. പിതാവിൻ്റെ മഹത്വം, 2. ക്രിസ്തുവിൻ്റെ മഹത്വം, 3. ദൈവജനത്തിൻ്റെ നന്മ. ഇത് വ്യക്തമാക്കുവാൻ യേശു ക്രിസ്തു അതികാലത്ത് ഇരുട്ടോടെ തന്നെ നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന് 36-ാം വാക്യത്തിൽ നാം കാണാൻ സാധിക്കുന്നത്, യേശുവിനെ അന്വേഷിച്ചെന്ന ശീമോനോടും കൂടെയുള്ളവരോടും യേശു പറയുന്നത്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം. ഇതിനായിട്ടല്ലോ നാം പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് പല കാരണങ്ങളിൽ 1. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 61-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നത് യഹൂദന്മാർ പഴയ നിയമത്തെ ആകമാനം സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ച പദപ്രയോഗങ്ങളാണ്. തൻ്റെ ഉപദേശങ്ങൾ പഴയ നിയമവുമായി പൊരുത്തപ്പെട്ട് പോകുന്നവയായിരുന്നു എന്ന് യേശു പറഞ്ഞു. കാരണം അത്
അതിലെ ചട്ടങ്ങളും പ്രതിരൂപങ്ങളും യാഗങ്ങളും പ്രവചനങ്ങളും യേശുവിനെ കേന്ദ്രീകരിച്ചുള്ളവയായിരുന്നു. അതിലെ ആത്മീയ തത്വങ്ങളെല്ലാം പൂർണ്ണ അളവിൽ നീതിയോടെ യേശുവിൽ നിറവേറി. അവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവഹിതം എല്ലാം പൂർണ്ണമായും നിറവേറ്റുന്നതിനായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും പ്രസ്താവിച്ചിരിക്കുന്നതും വിവരിച്ചിരിക്കുന്നതും മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതും വാഗ്ദത്തം ചെയ്തിരിക്കുന്നതുമായ സകലത്തിൻ്റെയും നിവൃത്തികരണമാണ് യേശു. യേശു പഠിപ്പിക്കുന്നത് പോലെ നാമും മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.